ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ടിപ്സാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതായത് സൈക്കോളജിക്കലായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ ഡ്രൈവിങ്ങിൽ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാം, അതിനുള്ള ചില ട്രിക്കുകളാണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോളിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ ഡ്രൈവിങ്ങിൽ നൽകേണ്ടത്. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫുട് പെഡലിൻ്റെ കൺട്രോളിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ചിൻ്റെ കൺട്രോളിങ്ങിന് അനുയോജ്യമായിട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാമെന്നുള്ളത് പറയാം. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിന് അനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്? അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം നമ്മളുടെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്, ന്യൂട്രലാണ് കിടക്കുന്നത്. ക്ലച്ച് ഞാൻ ചവിട്ടി പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് പതിയെ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടി പതിയെ മൂവ് ആക്കുന്നു. മൂവ് ആയപ്പോൾ എൻ്റെ വണ്ടി ഇത് ഇങ്ങനെ നേരെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് സ്റ്റിയറിംഗ് റോഡിലേക്ക് കയറാനായിട്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, റോഡിലേക്ക് കയറാനായിട്ട് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, വണ്ടിയുടെ മൂവ്മെൻറ്റ്സിന് ആനുപാതികമായിട്ടാണ് ഞാനിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒരിക്കലും ഒറ്റയടിക്ക് വാഹനത്തെ നമ്മൾ മൂവ് ആക്കാൻ പാടില്ല. മൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് കിടക്കുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ വണ്ടി മൂവ് ആക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേഷൻ കൊടുക്കുക, പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് നമ്മളിത് ഇതുപോലെ കൺട്രോൾ ചെയ്ത് വാഹനം എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ വാഹനം പതിയെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, പതിയെ പോകുന്ന സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നോക്കുക, ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ ആ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇത് ക്ലച്ച് എന്ന് അയക്കുന്നു, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിങ് നോക്കിക്കേ, സ്പീഡ് കൂടിയപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കൂടി. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂടുന്ന സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് സ്റ്റിയറിംഗ് നമ്മൾ കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു ജംഗ്ഷനിൽ വരുന്നു, ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ് ആണ് ടേൺ എടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, എന്നിട്ട് ബ്രേക്ക് എന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാകാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ബ്രേക്ക് എന്ന് അയച്ച് ബ്രേക്കിൻ്റെ കൺട്രോളിങ്ങിലാണ്. ഇപ്പം ഇറക്കം കൂടി ഒരു റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ ബ്രേക്ക് എന്ന് അയക്കുന്നതിന് അനുസരിച്ചിട്ടാണ് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, കണ്ടോ? അപ്പോൾ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവിടെ ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബാലൻസ് ആണ് ഈ ഒരു ഇറക്കത്തുള്ള തിരിവെടുത്തപ്പോൾ ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ഈ ടേണുകൾ, ഇറക്കം കൂടിയ ടേണുകൾ എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ചെറിയ ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ പരമാവധി ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയർ വരെ ഇട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ കുറച്ച് നമ്മളൊന്ന് ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടെ കോൺഫിഡൻ്റ് ആവും. ഇപ്പം ഞാൻ അതിനൊരു ഐഡിയ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ്. ഇനി അടുത്തൊരു ഗിയർ ഇടാൻ തീരുമാനിച്ചാൽ റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ അടുത്തൊരു ഗിയർ ഇടണം. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കൈ കൊണ്ട് നിങ്ങളിങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങൾ നോക്കിയേ, എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാനിങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാണ്. ഓക്കെ, ഇത് സ്പീഡ് കുറഞ്ഞു പോകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ എടുത്ത് ലിവറിൽ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. ഓക്കെ, വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? എന്നിട്ട് വീണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ട ഒരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഒരു 9-3 പൊസിഷനിൽ കൈ പിടിക്കുക, അതായത് ഈ മെത്തേഡിൽ കൈ പിടിക്കുക. ഓക്കെ, ഈ മെത്തേഡിൽ കൈ പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ കൈ പിടിക്കുന്നു. ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള തിരിവുകൾ ഒഴിവാക്കുക, പരമാവധി എടുത്തെടുത്ത് തിരിക്കുക.
ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തടുത്താണ് തിരിക്കുന്നത്. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്ന ഒരു കൈ കൊണ്ട് ആക്സിലറേഷൻ, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ക്ലച്ച് ഔട്ടിയിടുന്നു. എന്നിട്ട് ക്ലച്ച് നയിക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, കണ്ടോ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഞാൻ വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുന്നു. വീണ്ടും ഞാനിങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇങ്ങനെ എടുത്തടുത്താണ് തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് തിരിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തിരിക്കുക. ഇനി മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി തിരിവൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് തിരിയണം. ഇവിടെ തിരിയേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇത്രയൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ? ഇത്രയും തിരിച്ചു പോയി ഇവിടെ തിരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നേരെയാക്കി. നല്ല ടേണുകൾ വരുമ്പോൾ നമുക്കത് കഴിയില്ല. എന്നാൽ ചെറിയ തിരിവുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, എന്നിട്ട് വീണ്ടും നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വരുന്നു, ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. വീണ്ടും ഞാനിത് ഇങ്ങനെ നേരെയാക്കുന്നു. കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നല്ല ടേണുകൾ വരുമ്പോൾ അത് പറ്റുമോ? ഇല്ല. നല്ല ടേണുകൾ വരുമ്പോൾ നന്നായിട്ട് തന്നെ തിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ റൈറ്റ് നമുക്ക് ഇങ്ങോട്ട് ടേൺ എടുക്കണം. ഇങ്ങനെ തന്നെ തിരിച്ച് കയറുക. ഓക്കെ, അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ച് ഈ സൈഡിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് നേരെയാക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിരിക്കുക. എന്നാൽ ചെറിയ തിരിവുകൾ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ മാത്രമുള്ള ഒരു തിരിവ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഡ്രൈവിങ്ങിൽ എളുപ്പത്തിൽ ലഭിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ റണ്ണിങ് മനസ്സിലാക്കിയിട്ട് തുടക്കത്തിൽ വാഹനം എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ പരമാവധി സ്പീഡ് കുറച്ച് ഓടിക്കാൻ കഴിയും. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഡ്രൈവിങ്ങിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ 9-3 പൊസിഷൻ പിടിക്കുക. ചെറിയ തിരിവുകളൊക്കെ ഇങ്ങനെ തന്നെ തിരിക്കുക. നല്ല തിരിവുകൾ വരുമ്പോൾ എടുത്തെടുത്ത് തിരിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ, അതായത് എടുത്തെടുത്ത് തിരിക്കുന്ന ഒരു മെത്തേഡ് ഇങ്ങനെ. ഓക്കെ, ഈ മെത്തേഡിലേക്ക് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.